നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് വലിയ ആശ്വാസമായി മാറിയ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ ഭാഗമായി വർഷത്തിൽ 6000 രൂപ വീതം 3 ഗഡുക്കളായി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഓരോ 4 മാസത്തിലും 2000 രൂപ വീതമാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്നത്. 2019 ഫെബ്രുവരിയിലാണ് ഈ പദ്ധതി രാജ്യത്ത് ആരംഭിച്ചത്. കർഷകരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും കാർഷിക മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതി ആരംഭിച്ച ശേഷം കോടിക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലും ആയിരക്കണക്കിന് കർഷകർക്ക് ഓരോ വർഷവും ഈ പദ്ധതിയുടെ സഹായധനം ലഭിക്കുന്നുണ്ട്. എന്നാൽ പലർക്കും ഇപ്പോഴും ഈ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ആരൊക്കെയാണ് അർഹർ, ആരൊക്കെയാണ് അനർഹർ, ഈ KYC ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ്, ഗഡുക്കൾ വൈകാൻ കാരണമെന്ത്, സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പലർക്കും ഇപ്പോഴും അറിയില്ല. ആദ്യം തന്നെ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കാം. ചെറുകിട കർഷകർക്കും ഇടത്തരം കർഷകർക്കും കൃഷി നടത്തുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് വർഷത്തിൽ 6000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT വഴി അയക്കുന്നത്. പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനത്തിലൂടെ പണം അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് അർഹരായ ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നതിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, PM കിസാൻ പദ്ധതിയുടെ ഗഡു എപ്പോൾ ലഭിക്കും എന്നത്. സാധാരണയായി വർഷത്തിൽ 3 തവണയാണ് തുക വിതരണം ചെയ്യുന്നത്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഒരു ഗഡു, അതുപോലെ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ 1 ഗഡു, ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ 1 ഗഡു. എന്നാൽ ചിലപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ അല്ലെങ്കിൽ പരിശോധനകൾ നടക്കുന്നതിനാൽ തുക വൈകാൻ സാധ്യതയുണ്ട്. പലർക്കും തുക ലഭിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ഈ KYC പൂർത്തിയാക്കാത്തതാണ്. ഈ KYC ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ പണം ലഭിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഭൂമിയുടെ രേഖകളിലെ വിവരങ്ങൾ പൊരുത്തപ്പെടാതെ സാഹചര്യത്തിലും ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യം, പലരും കുടുംബത്തിലെ 2 or 3 പേർക്ക് പ്രത്യേകം അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കുന്നില്ല. എന്നാൽ ഒരേ കുടുംബത്തിൽ ഒന്നിലധികം പേർ ഗുണഭോക്താക്കളായി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പരിശോധനയ്ക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വീണ്ടും പരിശോധന നടപടികൾ തുടരുകയാണ്. അർഹരായ കർഷകർക്ക് കൃത്യമായി സഹായധനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും അനർഹരെ ഒഴിവാക്കുന്നതിനുമാണ് ഈ പരിശോധനകൾ. 2019 മുതൽ ഇത്തരം പരിശോധനകൾ വിവിധ ഘട്ടങ്ങളായി നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മാത്രമാണ് പരിശോധന ആരംഭിച്ചതെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല. കേരളത്തിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നു വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, PM കിസാൻ പദ്ധതിയിൽ ലഭിച്ച 2000 രൂപയോ 6000 രൂപയോ തിരികെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. എല്ലാ ഗുണഭോക്താക്കളും തുക തിരികെ അടയ്ക്കണമെന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. എന്നാൽ 2019 മുതൽ തന്നെ അനർഹരാണെന്ന് കണ്ടെത്തപ്പെട്ട ചില ഗുണഭോക്താക്കളിൽ നിന്ന് ലഭിച്ച തുക തിരികെ ഈടാക്കുന്ന നടപടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നു വരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കേരളത്തിലും അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതായും അവരിൽ ചിലർക്ക് തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് അറിയിപ്പുകൾ ലഭിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവർ, ചില പ്രൊഫഷണൽ വിഭാഗത്തിൽപ്പെടുന്നവർ, 10,000 രൂപയിൽ കൂടുതൽ സർവീസ് പെൻഷൻ ലഭിക്കുന്നവർ, സർക്കാർ ജീവനക്കാർ, ഒരേ കുടുംബത്തിൽ ഒന്നിലധികം പേർ ആനുകൂല്യം കൈപ്പറ്റിയ കേസുകൾ എന്നിവയാണ് പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതിനാൽ അർഹരായ കർഷകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ നിങ്ങളുടെ വിവരങ്ങൾ ശരിയാണോ, ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ, ബാങ്ക് വിവരങ്ങൾ തെറ്റുകളില്ലയോ എന്നൊക്കെ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളെ, ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയേണ്ടതുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ PM കിസാൻ പദ്ധതിയുടെ പണം വാങ്ങിയ എല്ലാവരും തുക
തിരികെ അടയ്ക്കണം, ഉടൻ നോട്ടീസ് വരും എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കണ്ട ഉടനെ ആശങ്കപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര സർക്കാർ എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരുമിച്ച് തിരിച്ചടവ് നോട്ടീസ് അയക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. പരിശോധനകളിൽ അനർഹരാണെന്ന് കണ്ടെത്തപ്പെടുന്ന വ്യക്തികൾക്കാണ് അതത് സാഹചര്യങ്ങളിൽ പരിശോധിച്ച ശേഷം നോട്ടീസുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ പദ്ധതിക്ക് അർഹരായ കർഷകനാണെങ്കിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കുടുംബത്തിലെ മറ്റാരെങ്കിലും നിങ്ങളുടെ പേരിനൊപ്പം പ്രത്യേകം ഗുണഭോക്താക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ചെറിയ പിഴവുകൾ പോലും പിന്നീട് ഗഡു തടസ്സപ്പെടാനോ കൂടുതൽ പരിശോധനയ്ക്ക് കാരണമാവാനോ സാധ്യതയുണ്ട്. ചെറിയ പിഴവുകൾ വലിയ പ്രശ്നത്തിന് കാരണമാവരുത്. അതുകൊണ്ട് സർക്കാർ നൽകുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുകയും വ്യാജ വാർത്തകളിൽ വീഴാതിരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അർഹരായ കർഷകർക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുകയും അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിശോധനകളും നടപടികളും നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റ് കർഷക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യൂ. കൂടുതൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.